സുമധുര സങ്കീർത്തനാലാപിനി ആനന്ദമികാമീശ്വരി സദാശിവസമാരംഭാം ശങ്കരാചാര്യപര്യന്ത വന്ദേ സദസ്മൃതിപുരാണാനാലയം നമാമി ഭഗവത്പാദം ശങ്കരം ശങ്കരം ശങ്കരാചാര്യം സൂത്രഭാഷ്യവൃതേ വന്ദേ ഭഗവന്തോ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗി വ്യോമവൻ വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബൃഹദാരണ്യകം തൃതീയാധ്യായം പ്രഥമഗ്രാമം. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ് തത്വനിശ്ചയമാണ് വിദ്യ. അതാണ് കഴിഞ്ഞ ദിവസം ചൊല്ലിയത്. അതുകൊണ്ട് ആ വിദ്യക്ക് തത്വനിശ്ചയത്തിന് പറഞ്ഞു വീതരാഗ കഥ. തത്വത്തെ പ്രകാശിപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ച. അത്ര അധികാരി ത്രൈവിദ്യ ഫലത്രൈവിദ്യം. ഗുരുശിഷ്യവാദേ അജ്ഞാതജ്ഞാപനം ഫലം. ഗുരുശിഷ്യവാദം എന്ന് പറഞ്ഞാൽ ശ്രുതി ആണ് ഈ തത്വത്തെ വെളിപ്പെടുത്തുന്നതെങ്കിലും ശ്രുതിയിൽ നിന്ന് നമുക്ക് ഈ തത്വത്തെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. നമുക്ക് അവിടെ ഭാഷ്യത്തിന്റെ ആവശ്യമാണ്. ഇപ്പൊ ഗുരുശിഷ്യവാദം എന്ന് പറയുന്നതാണ്. ഭാഷ്യകാരനിൽ നിന്ന് ഗ്രഹിക്കുന്നു നമ്മൾ. ഇതിനെ വ്യാഖ്യാനിക്കുന്ന ആളാണ് ഭാഷ്യകാരൻ. അതാണ് ഗുരു. അതിൽ നിന്ന് ഗ്രഹിക്കുന്നതല്ല ശിഷ്യന്മാർ. ഞാൻ ആ ശ്രുതിയെ വ്യാഖ്യാനിക്കുന്ന ആളാണ് ഇവിടെ ഗുരു എന്ന് ഉദ്ദേശിക്കുന്നത്. ശ്രുതിയെ വ്യാഖ്യാനിച്ച ആളാണ് നമ്മൾ ഭാഷ്യകാരനെന്ന് പറയുന്നത്. അതിന് ഭാഷ രചിച്ച ആൾ. അപ്പോൾ ആ ഭാഷ്യത്തിലൂടെ നമ്മൾ ഗ്രഹിക്കുന്നു. അതാണ് ഗുരുശിഷ്യ സംവാദം. അപ്പോൾ അവിടെ സംവാദം അങ്ങനെ വരും. കാരണം അവിടെ എന്താണ് ഇതെന്താണ് ഇങ്ങനെ പറഞ്ഞത്, അങ്ങനെ ഓരോ സമയത്തും ചോദ്യം വരുന്നുണ്ട്. പൂർവപക്ഷം എന്ന് പറയുന്നു. അവിടെ ഏകപക്ഷീയമായിരിക്കില്ല. നമ്മൾ വിചാരിക്കും ഭാഷ്യകാരൻ പറഞ്ഞു, നമ്മൾ ഗ്രഹിക്കുന്നു, ഏകപക്ഷീയമായി ഗുരു പറയുന്നത് നമ്മൾ സ്വീകരിക്കുന്നതാണെന്ന് നമുക്ക് തോന്നുന്നു. അങ്ങനെയല്ല ശരി. അവിടെ ശരിക്കും സംവാദമാണ്. അതാണ് പൂർവപക്ഷം വരുന്നത്. ഇത് അങ്ങനെയാണെങ്കിൽ ഇതെന്തിന് ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞാൽ അത് സംവാദമായി. ഏകപക്ഷീയമായ ചർച്ച അല്ല.
ശരി, ഇതുകൊണ്ടെന്താ പ്രയോജനം പറയും? ഒരു ശിഷ്യ സംവാദം കൊണ്ട് അജ്ഞാതജ്ഞാപനം ഫലം ഇവിടെ പറയുന്നു. അതിന്റെ ഫലം എന്ന് പറയുന്നത് അജ്ഞാതജ്ഞാപനമാണ്. ഒരാൾ വേദത്തെ സമീപിച്ചു, വേദാധ്യയനം ചെയ്തു. വേദാധ്യയനം ചെയ്തിട്ട് അയാൾക്ക് എന്താണ് തത്വമസി എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം മനസ്സിലായില്ല. തത്വമസി എന്നുള്ള ശബ്ദം ഗ്രഹിച്ചു, തത്വമസി എന്ന് പറയുന്ന ശബ്ദത്തിന്റെ സാമാന്യമായ അർത്ഥം ഗ്രഹിച്ചു. പക്ഷെ അത് ആ ശ്രോതാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നു എന്നുള്ള കാര്യം വേദത്തിൽ നിന്ന് അയാൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. സാധാരണഗതി കഴിയില്ല. അവിടെ ഗുരുവിന്റെ ആവശ്യമാണ്. അവിടെ ഗുരു ആണ് ഭാഷ്യരൂപത്തിൽ തന്റെ ആശയത്തെ പ്രകാശിപ്പിച്ചത്. അവിടെ എന്താ സംഭവിച്ചത്? അതുവരെ തനിക്ക് അജ്ഞാതമായിരുന്ന ആ തത്വത്തെ വെളിപ്പെടുത്തുന്നു. അതുവരെ അതറിയില്ലായിരുന്നല്ലോ. വേദം അധ്യയനം ചെയ്തിട്ടും അറിഞ്ഞില്ല. അതാദ്യം വെളിപ്പെടുത്തുന്നത് ഇതിന്റെ സാരം ഇന്നതാണ് എന്ന് ശ്രുതിയെ ആശ്രയിച്ച് ഇതാദ്യം വെളിപ്പെടുത്തിയത് അത് ഭാഷ്യം രചിച്ച ആളാണ്. പിന്നീടത് പലരും അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. അതിനെ അടുത്ത് പറയും ബാക്കിയുള്ളവരല്ല. ഇത് ആ ശ്രുതിയെ അവലംബിച്ചുള്ള തത്വജ്ഞാനത്തിന്റെ വഴിയെക്കുറിച്ച് പറയുകയാണ്. അവിടെ അതുവരെ അറിയാതിരുന്ന ആ തത്വത്തെ അജ്ഞാതമായിരുന്നതിനെ ജ്ഞാപനം ചെയ്തു. അത് ഇന്നതാണെന്ന് മനസ്സിലായി. ആ ഭാഷ്യത്തെ സമീപിക്കുന്ന ഒരാളിന് അത് മനസ്സിലാകുന്നു. ഇതാണ് താല്പര്യം, ശ്രുതിയുടെ താല്പര്യം ഇന്നതാണെന്ന് മനസ്സിലാവും. അതുവരെ അത് അജ്ഞാതം തന്നെയായിരുന്നു. ഇനി ആത്മാവുണ്ട്, മുക്തിയുണ്ടെന്നെല്ലാം ധരിച്ചിരുന്നാലും ശ്രുതിയുടെ യഥാർത്ഥ താല്പര്യം ഭാഷ്യത്തിൽ നിന്നേ ഗ്രഹിക്കാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളായിരിക്കും ചിലപ്പോൾ ഗ്രഹിക്കുന്നത്. അപ്പോൾ ശ്രുതി മൂലകമായി ഇതിനെ നമ്മൾ ഗ്രഹിക്കുമ്പോൾ അവിടെ ഗുരുവായിട്ട് ഭാഷ്യകാരനെ സ്വീകരിക്കാൻ പറ്റും. അത് ശ്രുതി മൂലകമെന്ന് പ്രത്യേകം പറയണം. അങ്ങനെ അതിനെ ഗ്രഹിക്കുന്നു. ശരി, ഇനി അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭാഷ്യകാരൻ അത് വെളിപ്പെടുത്തുന്നു, ഭാഷ്യത്തെ സമീപിക്കുന്ന ഒരാളത് ഗ്രഹിക്കുന്നു. ഗ്രഹിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതി സംശയങ്ങളും മറ്റും വരാറുണ്ട്. അതിനടുത്ത് പറയുന്നത് സബ്രഹ്മചാരിവാദേ ജ്ഞാതസ്ഥിരീകരണം. സബ്രഹ്മചാരിവാദം എന്ന് പറയുന്നു ആ ഭാഷ്യത്തെ സ്വീകരിച്ചുകൊണ്ടുള്ള മനനം എന്ന് പറയും. അത് കൂട്ടായി വരുന്ന മനനം. അപ്പോൾ ഒരാൾ വിശദീകരിക്കുന്നു, മറ്റൊരാൾ കേൾക്കുന്നു. ഏതു തരത്തിലായാലും ശരി, പിന്നീട് വരുന്ന എല്ലാ വിശദീകരണങ്ങളും സബ്രഹ്മചാരിവാദമാണ്. എല്ലാവരും അതിന്റെ തത്വത്തിൽ വരുന്ന സംശയാദി ദോഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. തുടർന്ന് വരുന്ന വ്യാഖ്യാനങ്ങളെല്ലാം അതാണ്. ഭാഷ്യത്തിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്, ഇന്നും വന്നുകൊണ്ടിരിക്കുന്നു. അതിനാണ് ഭാഷ്യകാരന്റെ ശിഷ്യന്മാരുടെ വ്യാഖ്യാനം, സുരേശ്വരാചാര്യരുടെ വ്യാഖ്യാനം, പത്മപാദാചാര്യരുടെ വ്യാഖ്യാനം. ഇങ്ങനെയുള്ള വ്യാഖ്യാന പരമ്പരകളെല്ലാം സബ്രഹ്മചാരിവാദമാണ്. തുടർന്നു വരുന്ന ഇന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാഖ്യാനങ്ങളല്ല. ഇതിന്റെ എല്ലാം പ്രയോജനം എന്താണ്? ഇതിൽ വരുന്ന ജ്ഞാതസ്ഥിരീകരണം,
ഭാഷ്യത്തിൽ നിന്ന് എന്താണോ ഗ്രഹിച്ചത് അതിൽ വരുന്ന സംശയാദികൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ല. ഞാൻ പറയുന്നതിന് താല്പര്യം ഇതൊരാൾ മനസ്സിലാക്കാൻ ശ്രമിച്ചെന്നോ വിശദീകരിച്ചെന്നോ വിചാരിച്ച് ഗുരുവാകത്തില്ല. ഗുരുവാകാൻ കഴിയത്തില്ല. ഗുരു എന്ന് പറയുന്നത് ഇതിന് അജ്ഞാതമായിരുന്ന ഈ തത്വത്തെ വെളിപ്പെടുത്തിയ ആളാണ് ഗുരു. ആ വെളിപ്പെട്ടവർ പിന്നീട് നടത്തുന്ന വാദങ്ങൾ, വിശദീകരണങ്ങളെല്ലാം സബ്രഹ്മചാരി വാദത്തിൽപ്പെടും. അതുകൊണ്ടെന്താ പ്രയോജനം? ജ്ഞാതസ്ഥിരീകരണം. എന്താണോ ധരിച്ചത് അതിപ്പോൾ ഒരാളത് പഠിപ്പിച്ചാലും ശരി, അല്ലെങ്കിൽ ഒരാളിതിന് വ്യാഖ്യാനം എഴുതിയാലും ശരി, അല്ല ഒരാളത് സ്വയം പഠിച്ചാലും ശരി, ഇതിനാശ്രയിച്ചുള്ള മനന നിധ്യാസനങ്ങളെല്ലാം സബ്രഹ്മചാരി വാദത്തിൽ വരും. ജ്ഞാതസ്ഥിരീകരണം. ഇനി ശിഷ്ടമുമുക്ഷുവാദേ എന്ന് പറയുന്നു. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്, ഒരാൾ മുമുക്ഷുവാണ്, തത്വത്തെ അറിയാൻ ആഗ്രഹമുണ്ട്, അയാള് ശിഷ്ടന്മാരെ സമീപിക്കുന്നു. എന്നുവെച്ചാൽ ശ്രുതി, ഭാഷ്യം, വ്യാഖ്യാനം ഈ ശൈലി പിന്തുടരുന്നില്ല. അത് ഒരാൾ പിന്തുടരുന്നില്ല. ശിഷ്ടന്മാരെ സമീപിക്കുന്നു എന്ന് വെച്ചാൽ ഗുരുക്കന്മാരെ സമീപിക്കുന്നു. അവരുമായിട്ട് ഇതിനെക്കുറിച്ച് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, സമാധാനം കിട്ടുന്നു. അത് എന്താണ്? സംശയ നിവർത്തനം. സംശയങ്ങൾ നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അറിവുള്ളവരുമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പോ ഈ ജ്ഞാതസ്ഥിരീകരണവും സംശയ നിവർത്തനം. ജ്ഞാതസ്ഥിരീകരണത്തിൽ പ്രത്യേകമായും വരുന്നത് എന്താണ്? വിപരീയ നിവർത്തനമാണ്. ഈ തത്വത്തെക്കുറിച്ച് ബോധമില്ലാത്ത ആരുമില്ല. ഇതിൽ ആത്മാവിനെ കുറിച്ചും അനാത്മാവിനെ കുറിച്ചും ഏതെങ്കിലും തരത്തിൽ ചിന്തിക്കുന്നവരെല്ലാം, ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നവർക്കെല്ലാം തത്വബോധമുണ്ട്. പക്ഷെ അവിടെ സംശയത്തെക്കാൾ കൂടുതൽ അവരെ പിടികൂടിയിരിക്കുന്ന ദോഷം വിപരീയമാണ്. അതിൽ വിപരീത ബുദ്ധി. അതാണ് വിപരീത ബുദ്ധിക്കുള്ള അപകടം. എന്താണ്? സംശയവും വിപരീത ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം. സംശയത്തിലാണെങ്കിൽ എപ്പോഴും രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഉണ്ട്. അവന്റെ മനസ്സിൽ അതാണോ ഇതാണോ രണ്ടു പക്ഷത്തിൽ നിൽക്കും. വിപരീത ബുദ്ധി അങ്ങനെയല്ല, എതിർപക്ഷത്ത് ഉറച്ചു പോകുന്നതാണ്. ഇന്നതാണെങ്കിൽ തീർക്കുന്നു. സംശയമില്ലാത്തതുകൊണ്ട് പിന്നെ അതിൽ നിന്ന് മാറാൻ പ്രയാസമാണ്. ആത്മാവ് ഏകമാണോ അനേകമാണോ ഒരാളുടെ സംശയമാണ്. എപ്പോഴും അതിലൊരു സാധ്യതയുണ്ട് അയാൾക്ക് അതിലൊരു തീരുമാനത്തിലെത്താം. ഒന്നിൽ ഏകം അല്ലെങ്കിൽ അനേകം ഏതെങ്കിലും ഒരു തീരുമാനത്തിലെത്താം. സംശയത്തിൽ ഇങ്ങനെ ഒരു ആനുകൂല്യമുണ്ട്. സംശയത്തിൽ വിപരീയം അങ്ങനെയല്ല. ആത്മാവ് ഏകമായിരിക്കെ അയാൾ ധരിക്കുന്നത് ഇത് അനേകമാണ് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പ്രയാസമാണ്. ആധ്യാത്മികമായ വിപരീത ബുദ്ധി അത് മാറ്റി തത്വത്തിൽ സ്ഥിരപ്പെടുത്തുക. അതാണ് നമ്മുടെ ഈ മനനം ചെയ്യുന്നത്. സബ്രഹ്മചാരി സംവാദം എന്ന് പറയുന്നത് കൊണ്ടതാണ്. പരസ്പരമുള്ള ചർച്ചയും ചിന്തയും ആശയങ്ങളും പരസ്പരം കൈമാറുകയും ചെയ്യുമ്പോൾ ആ വിപരീതത്തെ ഇല്ലാതാക്കുന്നു, ദൃഢപ്പെടുത്തുന്നു. എന്നാലും സ്വാഭാവികമായിട്ടും മനസ്സിൽ താൻ ഗ്രഹിച്ച തത്വത്തിൽ തന്നെ എനിക്കറിയാത്തതുകൊണ്ടല്ല, എനിക്ക് മനസ്സിലായി പറഞ്ഞത് ഇന്നതാണ്, എന്നാലും എന്ന് പറഞ്ഞ് സംശയം. അത് മഹാപുരുഷന്മാരെ
സമീപിച്ചിട്ട് ആ സംശയം തീർക്കും. ആണ് ശിഷ്ടമുമുക്ഷുവാദം എന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെയെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വാദമാണ്. വാദം എന്ന് വെച്ചാൽ മലയാളത്തിലെ തർക്കം എന്നുള്ള അർത്ഥത്തിലല്ല. മലയാളത്തിൽ വാദം എന്ന് പറഞ്ഞാൽ തർക്കിക്കുക, എന്തെങ്കിലും കാര്യത്തെ സംബന്ധിച്ച് കുതർക്കം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ അതല്ല. ഇവിടെ വാദം എന്ന് പറഞ്ഞാൽ മനനം. അത് ഏകാന്തമായ മനനമാകാം, കൂട്ടായിട്ടുള്ള മനനമാകാം. ചോദ്യോത്തരവും വന്നുകൊണ്ട് അത് തർക്കമാകത്തില്ല. പൂർവപക്ഷ സമാധാനം വന്നുകൊണ്ട് അതിന്റെ തർക്കത്തിന്റെ സ്വഭാവത്തിന് വരുന്നില്ല. അപ്പോൾ ഈ മൂന്ന് തരത്തിലും ഗുരുശിഷ്യ വാദരൂപത്തിൽ, ബ്രഹ്മചാരി സബ്രഹ്മചാരി സംവാദരൂപത്തിൽ, ശിഷ്ടമുമുക്ഷു രൂപത്തിലായാലും ഇവിടെ മുമ്പ് പറഞ്ഞതായ തത്വനിശ്ചയ രൂപത്തിലുള്ള വിദ്യ അതിനുപകരിക്കുന്ന ഈ വാദമാണ്. അതിനാണ് നമ്മൾ പൊതുവെ പറയുന്നത് ശ്രവണം, മനനം, നിധ്യാസനം വരെ എന്ന് പറയും. ചിലടത്ത് പറയും നിധ്യാസനം കൊണ്ട് ജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറയും. അങ്ങനെ പറയുന്നിടത്തും ദോഷമില്ല. കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ നിശ്ചയം വന്നു കഴിഞ്ഞാൽ വീണ്ടും മനസ്സിൽ സംശയം വരാം. ദോഷങ്ങൾ കൊണ്ട് ചിലപ്പോൾ സംശയം വരാം. അപ്പോൾ വീണ്ടും ശ്രവണ മനനങ്ങളിലൂടെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ് നിധ്യാസനം കൊണ്ട് ജ്ഞാനമെന്ന് പറയുന്നത്. ശരിക്കും നിധ്യാസനമാണ്, നിശ്ചയമാണ്. നിധ്യാസനത്തിന് നിശ്ചയം എന്നാണ് അർത്ഥം. ചിലടത്ത് മാറിപ്പോകുന്ന നിശ്ചയം, അതിനെ നിധ്യാസനം എന്ന് പറയും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇത് എന്താണ്, സംസ്കൃതം പഠിക്കുന്നത് കൂടുതൽ ഇത് മനസ്സിലാക്കുന്നതിന് സഹായിക്കില്ല എന്നാണ്. ശരിയാണോ? അത് പഠിച്ചാൽ നല്ലതാണ്. ഇതിപ്പോൾ നമ്മൾ ഇതിനെ വിശദീകരിച്ച് ചർച്ച ചെയ്ത് മനസ്സിലാക്കുന്നു. ഇത്രയും വിശദീകരണത്തിന്റെ ആവശ്യം വരത്തില്ല. സ്വയം മനസ്സിലാക്കുന്നതാണ്. അത് ശരിയാണ്. കാരണം നമ്മൾ സംസ്കൃതവും സംസ്കൃത ഭാഷയും പിന്നെ ഇതിന് സഹായകമായിട്ട് മറ്റെന്തൊക്കെയുണ്ടോ അതെല്ലാം ഒന്ന് മനസ്സിലാക്കി ഈ ഭാഷ്യ പാരമ്പര്യത്തിൽ നിന്നും അത് ഗ്രഹിച്ചാൽ ഇത് കുറച്ചുകൂടി അനായാസമാകും. സമയലാഭം വരും എന്ന് പറയുന്നത് ശരിയാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാകുമ്പോൾ കൂടുതൽ വിശദീകരിക്കേണ്ടി വരും. അത് ഒരു ഭാഗം മാത്രമേ ആവുന്നു. ഇനി മറ്റൊരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ സംസ്കൃതമെല്ലാം ശരിക്കും പഠിച്ചു, തർക്കം വ്യാകരണം എല്ലാം പഠിച്ച് നല്ല പാണ്ഡിത്യം നേടി ഇനി അദ്വൈതത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും പ്രസ്ഥാനത്രയവും ഭാഷ്യവും എല്ലാം പഠിച്ചു കഴിഞ്ഞാലും തത്വനിശ്ചയം വരണമെന്നുമില്ല. അത് അത്തരത്തിലുള്ളൊരു ശാസ്ത്ര പാണ്ഡിത്യത്തെയോ ഭാഷാ പാണ്ഡിത്യത്തെയോ ആശ്രയിച്ച് ഇതിൽ തത്വനിശ്ചയം വരണമെന്നില്ല. വന്നുകൂടാന്നുമില്ല. അത് ഏത് തരത്തിൽ സംഭവിക്കാം. ഇതൊന്നും പഠിക്കാത്ത
ഈ രീതിയിലൊന്നും ശ്രമിക്കാത്തവരിലും തത്വബോധമുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇന്ന രീതിയിൽ പോകണം എന്ന് പൊതുവായി പറയാൻ പറ്റില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതി എന്ന് വേണമെങ്കിൽ പറയാം. ചിലർ ജന്മന തന്നെ തത്വബോധത്തോട് ഉള്ളവരായി വരുന്നു. അവർ ഇതൊന്നും ഒരിടത്തുനിന്നും പഠിച്ചതായി കാണുന്നു. ചിലർക്ക് ഇതെല്ലാം വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ ഉപേക്ഷിച്ച് പോകുന്നതിലൊന്നും ഒരു കാര്യമില്ല. അവർക്ക് നിശ്ചയം വരുന്നില്ല. ചിലർ ശരിക്ക് വ്യുത്പത്തി ഉണ്ടായിട്ടും അവർക്ക് ഈ ബോധം വരുന്നില്ല. വേദാന്ത പണ്ഡിതന്മാർ, വിശേഷിച്ച് അദ്വൈത പണ്ഡിതന്മാരെന്ന് പറയുന്നവർക്കും എന്താ ശ്രുതിയുടെ താല്പര്യം അത് പിടികിട്ടത്തില്ല. അതുകൊണ്ട് ആർക്കും ഇന്നതെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അത് വ്യക്തമാകുന്നു എന്നേ പറയാൻ പറ്റും. പക്ഷെ എന്തായാലും അതെല്ലാം പഠിക്കുന്നത് നല്ലതാണ്. അതെല്ലാം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതിനൊരു കാര്യങ്ങളെല്ലാം അനുകൂലമാണെങ്കിൽ അത് സഹായിക്കും, അല്ലെങ്കിൽ അത് സഹായിക്കത്തില്ല. ഈ രീതിയിൽ ഇവിടെ പറയുന്നത് ഒന്ന് ഫലമായി പറയുന്നു. തത്വനിശ്ചയം അല്ലെങ്കിൽ ജ്ഞാനം, അതെന്താണെന്ന് ഇവിടെ വിശദമാക്കും. അത് രണ്ടും ഒന്ന് തന്നെ. അതുകൊണ്ടെന്താ അറിവില്ലായ്മ നശിക്കുന്നു. അതാണ് മുക്തി. അക്കാര്യമാണ് ഇവിടെ വിശദമാക്കിയത്. അതിന്റെ ഉപായം എന്താണ്? തസ്മാത് വിദ്യാപ്രാപ്തിയുപായം. വിദ്യാപ്രാപ്തിക്കുള്ള ഉപായം എന്താണ്? നമ്മൾ സാധാരണ പറയും ശ്രവണ മനന നിധ്യാസനം. നിധ്യാസനം തന്നെ വിദ്യയെങ്കിൽ പിന്നെ നിധ്യാസനത്തെ വിദ്യാപ്രാപ്തി ഉപായം എന്ന് പറയുന്നു. അങ്ങനെയും പറയാം. അതാണെന്ന് ഞാൻ പറഞ്ഞു. നിശ്ചയത്തിന് ഇളക്കം സംഭവിക്കാം. ഇളക്കം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നിശ്ചയം ഉണ്ടായതിനു ശേഷം പിന്നെ സംശയം ഉണ്ടാകും. അത് സംഭവിക്കാം. അത് ദൂരീകരിക്കുന്നതിന് വേണ്ടി വീണ്ടും അതിനെ നിശ്ചയിക്കേണ്ടി വരുന്നു. ആവർത്തി എന്ന് പറയുന്നതാണ്. അത് മുഖ്യമായ ഉപായമാണെങ്കിൽ ഇവിടെ വിദ്യാപ്രാപ്തിക്ക് ഉപായമായി എല്ലാം സ്വീകരിക്കുന്നു, സർവത്തെ സ്വീകരിക്കുന്നു. കർമ്മം, ഭക്തി, ഉപാസന എല്ലാത്തിനെയും സ്വീകരിക്കുന്നു. എന്നിട്ടിവിടെ വിദ്യാപ്രാപ്തി ഉപായ പ്രദർശനം. ഇവിടെ വിദ്യാപ്രാപ്തിക്ക് ഉപായമായിട്ട് ദാനത്തെ കാണിച്ചിരിക്കുന്നു. ദാനം എന്ന് പറയുന്നത് ബാഹ്യമായ ധാർമ്മികമായ ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി പോലും വിദ്യാപ്രാപ്തിക്ക് ഉപായമാണ്. അതിനിവിടെ എന്താ പറഞ്ഞത്? ദാനം കൊണ്ട് നമുക്കൊരാളെ അനുനയിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഗുരുവിന് ദാനം ചെയ്യുന്നു. ഇവിടെ വിദേഹൻ, ജനകൻ ഗുരുവായ യാജ്ഞവൽക്യന് ദാനം ചെയ്യുന്നു. ദാനം കൊണ്ട് ഗുരു പ്രീതനാകുന്നു, ഉപദേശിക്കുന്നു എന്നെല്ലാം പറയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ധാർമ്മികമായ പ്രവൃത്തികൾ പോലും ഇതിനുപായമാണ്. അപ്പൊ ശ്രവണമനനങ്ങളുടെ കാര്യം പറയാനല്ല. അതിനു വേണ്ടിയിട്ടാണ് ആഖ്യായിക, ആഖ്യായിക, അതിനു വേണ്ടിയിട്ടാണ് ഈ കഥ. എന്നിട്ട് ശ്രുതി പറയുന്നു എന്താണ് ആ കഥയെന്ന്. ജനകോ ഹവൈ ദേഹോ ബഹുദക്ഷിണേന യജ്ഞേന ഈജേ തത്ര കുരു പാഞ്ചാലാനാം ബ്രാഹ്മണ അഭിസമേത ബഭൂഹോ തസ്യ ജനകസ്യ വൈദേഹസ്യ വിജിജ്ഞാസ ബഭൂവ കിംസ് യേഷാം ബ്രാഹ്മണാനാം അനൂചാനതമൈതി.
സഹ ഗവാം സഹസ്രം അവരുരോധ ദശപാദാ ഏകൈകസ്യ ശൃംഗയോഃ ആബദ്ധാ ബഭൂവു. ജനകോ നാമ കില സമ്രാട് രാജാ ബഭൂവ. ജനകൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. വിദേഹാനാം തത്ര ഭൂ വൈദേഹ. വിദേഹന്മാർക്ക്, വിദേഹം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരാണ് വിദേഹന്മാര്. അവരുടെ രാജാവ് വൈദേഹൻ, അല്ലെങ്കിൽ വിദേഹം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ രാജാവ്. ആ രീതിയിലാണ് ഇവിടെ ഭാഷകാരൻ വൈദേഹം എന്നുള്ള ശബ്ദത്തിനടക്കം പറഞ്ഞിരിക്കുന്നത്. ജനകോഹ വൈദേഹ എന്നാണ്. ജനകന്റെ പേരാണ് വൈദേഹം. ഇതിന് സാധാരണ ദേഹബോധമില്ലാത്തവൻ എന്നൊക്കെയുള്ള അർത്ഥങ്ങളും പറയാറുണ്ട്. ഇവിടെ ആ രീതിയല്ല പറഞ്ഞിരിക്കുന്നത്. വിദേഹ രാജ്യത്ത് രാജാവ്. സ്വജ ബഹുദക്ഷിണേന യജ്ഞേന ശാഖാന്തര പ്രസിദ്ധോ വാ. ബഹുദക്ഷിണോ നാമ യജ്ഞോ അശ്വമേധോ വാ. ധാരാളം ദക്ഷിണ കൊടുക്കേണ്ടതായ ഒരു യാഗത്തെ അനുഷ്ഠിച്ചു. ഏതോ ഒരു യാഗം. അതുകൊണ്ട് പറയുന്നത് ശാഖാന്തര പ്രസിദ്ധ. ഏതാ യാഗം? ധാരാളം ദാനം കൊടുക്കേണ്ട യാഗം. ഏതോ ഒരു യാഗം. അതാണ് ശാഖാന്തര പ്രസിദ്ധമുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് ഏതാ യജ്ഞമാണ്? ഏതോ ഒരു യജ്ഞം. മറ്റു വേദശാഖകൾ എവിടെയുള്ളതാണ് ആ യജ്ഞം. അല്ലെങ്കിൽ അശ്വമേധമാകാം. അശ്വമേധം എന്ന് പറയുന്നത് സർവവും ദക്ഷിണ നൽകേണ്ട ദാനമാണ്. അങ്ങനെ ഒരു ദക്ഷിണ നൽകേണ്ട യജ്ഞമാണ്. അങ്ങനെ ഒരു യജ്ഞത്തെ അനുഷ്ഠിച്ചു. കുരു ദക്ഷിണ ബാഹുല്യ ബഹുദക്ഷിണ ഉച്ചത് തേന യജത്. അവിടെ ധാരാളം ദക്ഷിണ കൊടുക്കുന്ന യജ്ഞത്തിന്റെ ഒരു മുഖ്യമായ ചടങ്ങാണ് ദക്ഷിണ എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു ദക്ഷിണയെക്കുറിച്ച് കഠോപനിഷത്തിലും പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു യാഗത്തെ ചെയ്തു. തത്ര തസ്മിൻ യജ്ഞേ നിമന്ത്രിത ദർശന കാമാവ കുരുണാം ദേശാനാം പാഞ്ചാലാനാം ച ബ്രാഹ്മണഃ തേഷു വിദിശാം ബാഹുല്യം പ്രസിദ്ധം അഭിസമേത അഭിസംഗത ബഭൂഹു. തത്ര തസ്മിൻ യജ്ഞേ, ആ യജ്ഞത്തിൽ നിമന്ത്രിതാഹ, പ്രത്യേകം ക്ഷണിച്ചവര്, യജ്ഞത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ചവര്, ദർശനകാമ, ക്ഷണം കിട്ടിയില്ല, കേട്ടറിഞ്ഞു വന്നവര്. അവിടെ ഒരു വലിയ യജ്ഞം നടക്കുന്നുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ദക്ഷിണയും ഭക്ഷണവും എല്ലാം കിട്ടുമെന്നറിഞ്ഞ് വരുന്നവര്. കുരൂണാം ദേശാനാം പാഞ്ചാലാനാം ച ബ്രാഹ്മണാഹ. കുരുദേശത്തിലെയും പാഞ്ചാലദേശത്തിലെയും ബ്രാഹ്മണർ അവിടെ എത്തിച്ചേർന്നു. അത് ഭാഷ്യകാരൻ പ്രത്യേകം പറയുന്നു, തേഷു ഹി വിദുഷാം ബാഹുല്യം പ്രസിദ്ധം. ആ ദേശങ്ങളിലാണ് പൊതുവെ വേദാധ്യയനം ചെയ്യുന്ന ബ്രാഹ്മണർ കൂടുതലായിട്ട് അന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രത്യേകം ശ്രുതി പറയുന്നത്. കുരു പാഞ്ചാലാനാം ബ്രാഹ്മണാഹ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഒരു ദേശത്തിലെയും പാഞ്ചാലദേശത്തിലെയും ബ്രാഹ്മണന്മാർ, പഞ്ചാലദേശമെന്നും പറയും, പാഞ്ചാലമെന്നും പറയും, അവരവിടെ എത്തിച്ചേർന്നു. അഭിസംഗത ബഭൂഹു. തത്ര മഹാന്തം വിദ്വത് സമുദായം ദൃഷ്ട. ജനകൻ നോക്കിയപ്പോൾ വലിയൊരു വിദ്വത് സമൂഹമാണ് അവിടെ, വിദ്വത് സമുദായമാണ്. ധാരാളം യാജ്ഞികന്മാർ, വേദപണ്ഡിതന്മാർ ആയ ബ്രാഹ്മണർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. വിദ്വത് സമുദായം ദൃഷ്ട തസ്യ അഖില ജനകസ്യ വൈദേഹസ്യ യജമാനസ്യ കോനു ഖല്ലോത്ര ബ്രഹ്മിഷ്ഠ ഇത് വിശേഷേണ ജ്ഞാതുമിച്ഛ ജിജ്ഞാസ ബഭൂവ. ഇത്രയും വിദ്വാൻമാരെ കണ്ടു കഴിഞ്ഞപ്പോ
ജനകസ്യ വൈദേഹസ്യ യജമാനസ്യ, ജനകൻ വൈദേഹനായ ആ രാജാവ് ഒരു ജിജ്ഞാസയുണ്ടായി. എന്താണ്? കോന്നു ഖല്ലു അത്ര ബ്രഹ്മിഷ്ഠ, ഈ കുടിയിരിക്കുന്നതിൽ ആരാണ് ബ്രഹ്മിഷ്ഠൻ? ഇത് വിശേഷണ ജ്ഞാതമിച്ഛ ജിജ്ഞാസ ബഭുവ, വിശേഷിച്ചറിയുന്നതിനുള്ള ആഗ്രഹം ഉണ്ടായി. അതാണ് ജിജ്ഞാസ എന്ന് പറയുന്നത്. ജ്ഞാതമിച്ഛ ജിജ്ഞാസ, വിജിജ്ഞാസ എന്ന് വെച്ചാൽ വിശേഷിച്ചറിയുന്നത്. ഇതിലാരാണ് ഏറ്റവും ശ്രേഷ്ഠനായ ബ്രഹ്മിഷ്ഠൻ? കഥം കസ്യക്കോനോ ഖല്ലു യേഷാം ബ്രാഹ്മണാനാം അനൂചാനതമ സർവേ ഇമേ അനൂചാന കഹ യേഷാം അതിശയേന അനൂചാനഃ. അതാണ് ശ്രുതി പറയുന്നത്. കശ്ചിത് യേഷാം ബ്രാഹ്മണാനാം അനൂചാനതമ, ഈ ബ്രാഹ്മണർ ആരാണ് അനൂചാനതമൻ? സർവേ ഇമേ അനൂചാനാഹ, ഇവരെല്ലാവരും വേദാധ്യയനം ചെയ്തവരാണ്. സാംഗവേദ വിചക്ഷണൻ, അതാണ് അനൂചാനൻ. സാംഗം, അംഗങ്ങളോടുകൂടി വേദം അധ്യയനം ചെയ്തവനാണ് അനൂചാനൻ എന്ന് പറയുന്നത്. ഇനി വേദാധ്യയനം ചെയ്താൽ പോലെ അതിന്റെ പ്രവചനത്തിന് സമർത്ഥനായിരിക്കും. അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഈ കൂടിയിരിക്കുന്ന ബ്രാഹ്മണനിൽ അനൂചാനതമൻ ആരാണ്? വേദ അധ്യയനത്തിനും അതിന്റെ പ്രവചനത്തിനും പ്രഗത്ഭനായവൻ ആരാണെന്നാണ്. അതിന്റെ പ്രവചനത്തിനെന്താ പ്രത്യേകത? കാരണം വേദ അധ്യയനം ചെയ്യുന്ന എല്ലാവർക്കും പ്രവചനം ചെയ്യാൻ പറ്റത്തില്ല. അധ്യയനം എന്ന് പറഞ്ഞാൽ ഗുരുമുഖത്തുനിന്ന് കേട്ട് നാവിൽ ഉറപ്പിക്കുന്നതാണ്. അത് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാധ്യായമാകത്തുള്ളൂ, പറയലേ ആകത്തുള്ളൂ. പ്രവചനം എന്ന് പറഞ്ഞാൽ അതിനെ പൂർവാപരമായി ചിന്തിച്ച അതിന്റെ താല്പര്യങ്ങൾ, എന്താണ് കർമ്മം, എന്താണ് ഉപാസന, എന്താണ് ജ്ഞാനം, ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയാൻ കഴിവുള്ള ആളായിരിക്കും. അപ്പോൾ ജനകൻ അന്വേഷിക്കുന്ന അങ്ങനെ ഒരാളാണ്. വേദം അധ്യയനം ചെയ്തു, സ്വാധ്യായം ചെയ്യുന്നു, വേദമീമാംസ ചെയ്തു, അത് പ്രവചനവും ചെയ്യുന്ന ഒരാള്. കേവലം അദ്വൈത വിഷയമായിട്ടുള്ളതല്ല, ഇത് വേദത്തെ സംബന്ധിച്ചാണ്. അടുത്തു വരുന്ന സമാധാനവും ചോദ്യമൊക്കെ അതിനനുസരിച്ചാണ്. വേദത്തിൽ ആരാണ് സമർത്ഥൻ? അനൂചാന കസ്യദേശാതിശയന അനൂചാന സഹ അനൂചാനതമ വിഷയ ഉത്പന്ന ജിജ്ഞാസൻ തദ്വിജ്ഞാനോപായാർത്ഥം. ഇവിടെ ചോദിക്കുന്നതിന്റെ താല്പര്യം എന്താണ്? ആരാണ് ശരിയായ രീതി വേദാധ്യയനം ചെയ്തത്? സംഘം. ആരാണത് ശരിയായ രീതിയിൽ മനനം ചെയ്തത്? ആരാണത് ശരിയായ രീതിയിൽ വേദത്തെ ബോധ്യപ്പെടുത്തി തരാൻ കഴിവുള്ളത്? അതുകൂടെ അറിയണം. എന്തിന്? കാരണം ഇവിടെ ജനകനാ ജ്ഞാനം വേണം, വേദവിജ്ഞാനം. ആ വേദവിജ്ഞാനം ആർക്കാണ് തരാൻ കഴിവുള്ളത് എന്നാണ്. അതാണ് ചോദിക്കുന്നത്. അത് പ്രവചനത്തിന് സാമർഥ്യമുള്ള ഒരാൾക്കല്ലേ അത് കഴിയത്തുള്ളൂ. അത് സമ്പൂർണ്ണ വേദത്തിന്റെ ജ്ഞാനം വേണം. കർമ്മം എന്തിന്, ഉപാസന എന്തിന്, തത്വജ്ഞാനം എന്ത് എന്നിങ്ങനെ. ഇവിടെ ഇപ്പോൾ ആദ്യം ചർച്ച ചെയ്യുന്ന ഉപാസനാഭാഗങ്ങളെ കുറിച്ചാണ്. വേദത്തിന്റെ പൂർണ്ണമായ ജ്ഞാനം എന്ന് പറയുന്നത് ഉപാസന ജ്ഞാനവും കർമ്മജ്ഞാനവും എല്ലാം കൂടി ചേർന്നാലേ ആകും. കേവലം തത്വജ്ഞാനം കൊണ്ട് മാത്രം അത് പൂർണ്ണമാകത്തില്ല. അതിന്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. അതിന് കർമ്മകാണ്ഡത്തെക്കുറിച്ച് ജ്ഞാനമുള്ള ധാരാളം പേരുണ്ട്. കാരണം അന്ന് ബ്രാഹ്മണരെല്ലാം വേദ അധ്യയനം ചെയ്തിട്ട് കർമ്മം ചെയ്യുന്നവരാണ്. പുരോഹിതന്മാരായി കർമ്മം ചെയ്യുകയും കർമ്മം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അത് മാത്രം പോരാ.
അതിൽ കൂടുതലായിട്ട് ഉപാസന ഭാഗങ്ങൾ എന്താണെന്നറിയണം, തത്വജ്ഞാനം എന്താണെന്നറിയണം. ഇതെല്ലാം ഒരാൾ പറഞ്ഞാലേ അറിയാൻ പറ്റും. അതുകൊണ്ട് സഹ അനൂചാനതമ വിഷയോത്പന്ന ജിജ്ഞാസ, ആരാണ് വേയിൽ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു തരുന്നതിന് യോഗ്യൻ എന്നുള്ള ജിജ്ഞാസ കൊണ്ട് തദ്വിജ്ഞാനോപായാർത്ഥം തനിക്കാ ജ്ഞാനം വേണം. അങ്ങനെ ഒരു വിദ്വാൻ വിശദീകരിക്കുന്ന കഴിഞ്ഞാൽ ജ്ഞാനം ആർക്കാണ് ഉണ്ടാകുന്നത്? ശ്രോതാവിനല്ലേ. ഇവിടെ ആരാ ശ്രോതാവ്? ജനകൻ. തന്റെ ആ ജ്ഞാനത്തിന് വേണ്ടി അതിന്റെ ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക് ഗവാം സഹസ്രം പ്രഥമ വയസ്സാം അവരോധ ഗോഷ്ഠേ അവരോധം കരയാമാസ. ജനകൻ വലിയ സമ്പത്തിനുടമയായിരുന്നു. സമ്രാട്ട്, ചക്രവർത്തി എന്നല്ലേ പറയുന്നത്. ധാരാളം സമ്പത്തുണ്ടായിരുന്നു. അന്നത്തെ സമ്പത്തെന്ന് പറയുന്ന ഗോധനം, അതാണ് വലിയ സമ്പത്ത്. അതിൽ നല്ല പശുക്കളെ കഠോപനിഷത്തിൽ ദാനം പോലെയല്ല ഇവിടെ. ഗവാ സഹസ്രം, കറക്റ്റ് ആയിട്ട് 1000 അല്ല, വളരെയധികം പശുക്കളെ. എണ്ണിയൊന്നുമല്ല കൊടുക്കുന്നത്, കൂട്ടം കൂട്ടമായി പശുക്കളുണ്ട്. അതിലൊരു കൂട്ടത്തെ പ്രഥമ വയസ്സാ, അതും വയസ്സായി കറവ് പറ്റിയ പശുക്കളല്ല. ആദ്യ പ്രസവത്തിലുള്ള പശുക്കളെ തന്നെ, അത് പശുക്കുട്ടികളെ, ഉപയോഗമുള്ള, ദാനം വാങ്ങുന്നതാണ് ഉപയോഗം വരുന്ന പശുക്കളെ. അപരിരോധ ഗോഷ്ഠേ, ഗോഷ്ഠത്തിൽ കൊണ്ടുവന്നതിനെ അവരോധം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ പശുക്കളെയെല്ലാം വളർത്തുന്നത് തൊഴുത്തുണ്ടാക്കി അതിനകത്തല്ല. പശുക്കളെല്ലാം അങ്ങ് വനത്തിൽ വിടുകയാണ്. വനമാണല്ലോ കൂടുതലും. അപ്പോൾ വനത്തിൽ പശുക്കളെല്ലാം കൂട്ടമായിട്ട് വിട്ടിരിക്കുകയാണ്, അത് തീറ്റയ്ക്ക് വേണ്ടി. ആവശ്യം വരുമ്പോൾ അതിനെ പോയി തെളിയിച്ച് കൊണ്ടുവന്ന് ഒരു വേലി കെട്ടി അതിനകത്താക്കും. അതിനാണ് അവരോധം കാരയാമാസം, അതിനെ തടഞ്ഞു വെച്ചു. എന്നുവെച്ചാൽ സ്വതന്ത്രമായി നടക്കുന്ന പശുക്കളെ എല്ലാം തെളിയിച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് നിർത്തി എല്ലാവരും കാണത്തക്ക രീതിയിൽ, ഈ വന്ന ബ്രാഹ്മണരെല്ലാം കാണത്തക്ക രീതിയിൽ നിർത്തി. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് ദാനത്തിനുള്ളതാണ്, ഇതാർക്ക് കൊടുക്കാൻ പോവുകയാണ്. കാട്ടിൽ മേഞ്ഞുകളെന്നതിന്റെ അർത്ഥം ഇതിന്റെ ഉടമസ്ഥൻ വേറെയാണ്, ഇതിന്റെ ഉടമസ്ഥൻ രാജാവാണ്. അപ്പൊ അതാരും പിടിച്ചുകൊണ്ടൊന്നും പോകത്തില്ല. ദാനത്തിന് വേണ്ടി അതിനെ കൊണ്ടുവന്ന് ഗോഷ്ഠം, വ്രജം എന്നെല്ലാം പറയുന്ന ഇതാണ്. പശുക്കളെ രാത്രി മറ്റും തടഞ്ഞു നിർത്തുന്ന സ്ഥലം. അങ്ങനെയുണ്ട്. കാട്ടിൽ മേയാൻ വിടുന്നതും മൃഗങ്ങളും മറ്റും പിടിച്ച് തിന്നാതിരിക്കാൻ വേണ്ടി രാത്രി ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വേലി കെട്ടി നിർത്തും. അതിനാണ് വ്രജമെന്ന് പറയുന്നത്, ഗോഷ്ഠമെന്നും മറ്റും പറയുന്നു. അവിടെ തടഞ്ഞു നിർത്തി. അതുകൊണ്ടാ മനസ്സിലാക്കി ഇതാർക്ക് കൊടുക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ പശുവിനെ തടയത്തില്ല. കിം വിശിഷ്ടാത്താഹ ഗാവോ അവരുദ്ധായിട്ട് ചിന്തി. വെറുതെ പശുക്കളെ അവിടെ കൊണ്ട് നിർത്തുകയല്ല. ഇത് രാജാവ് വിശിഷ്ടമായൊരു ദാനം ചെയ്യാൻ ഒരുമ്പെടുകയാണ്. പല ചതുർത്ഥ ഭാഗപാദ സുവർണസ്യ ദശദശപാദ ഏകൈകസ്യ ഗോഹോ ശൃംഗയൂർ ആബദ്ധ ബഭൂഹു പഞ്ചപഞ്ചപാദ ഏകൈകസ്മിൻ ശൃംഗേ. ഇത് പഴയ അളവ പറയുന്നത്. ഒരു ഫലം, അതിന്റെ നാലിലൊരു ഭാഗത്തേനോട് പാദം എന്ന് പറയുന്നു.
പാദം, പഴയ അളവാണ്. ഒരു പലത്തിന്റെ 4/2 ഭാഗം. അപ്പോൾ ഒരു പാദം സ്വർണം. ഈ അളവുകളെല്ലാം പഴയകാലത്തെല്ലാം പല സ്ഥലങ്ങളിൽ പല രീതിയിലായിരുന്നു. ഓരോ ദേശത്തും ഓരോ തരത്തിലായിരുന്നു അളവുകൾ. ഇന്നത്തെ പോലെ കിലോയും ഗ്രാമും ഒന്നും സാർവത്രികമായി അന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഒരളവ് സ്വർണ്ണമെന്നേ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. കൃത്യമായി എത്ര ഗ്രാം ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ പ്രയാസമാണ്. അങ്ങനെയുള്ള 5 പാദം സ്വർണം ഒരു കൊമ്പില്, 5 പാദം സ്വർണം മറ്റേ കൊമ്പില്. അങ്ങനെ 2 കൊമ്പിലുമായി ഒരു പശുവിൽ 10 പാദ സ്വർണത്തെ കെട്ടിവെച്ചു. സാധാരണ ഈ വണ്ടിയിൽ കെട്ടുന്ന കാളയുടെയൊക്കെ കൊമ്പിലും മറ്റും ചെമ്പെല്ലാം പഴയകാലത്ത് കെട്ടുവാൻ ഒരു അലങ്കാരം പോലെ അലങ്കരിക്കും. പഴയ രീതിയാണ്. ചെമ്പ് കൊണ്ടും സ്വർണം കൊണ്ടുമൊക്കെ കൊമ്പിലും മറ്റും അലങ്കാരങ്ങൾ ഉണ്ടാക്കുക. ഇവിടെ പശുവിന് സ്വർണം കൊണ്ട് അലങ്കാരം ഉണ്ടാക്കി. 4 പാദം വീതം ഓരോ കൊമ്പിലും. അപ്പൊ പശു തന്നെ അന്ന് വിലയുള്ളതാണ്. അതിന്റെ കൂടെ സ്വർണം കൂടെ ചേർന്നാലോ അതും ഒരു പറ്റം പശു. 100 കണക്കിന് 1000 പശുക്കൾ അങ്ങനെ തയ്യാറാക്കി അവിടെ നിർത്തി, വ്രജത്തിൽ നിർത്തി. എന്തിന്? ഇത് ദാനം ചെയ്യാൻ വേണ്ടി. എന്തിനു വേണ്ടി ദാനം? വിദ്യക്ക്, വിജ്ഞാനത്തിന് ഹേതുവായിരിക്കുന്ന ദാനം. അതിനുവേണ്ടി അങ്ങനെ നിർത്തിയതിനു ശേഷം എന്തു പറഞ്ഞു? ജനകൻ താൻ ഹോവാച ബ്രാഹ്മണ ഭഗവന്തോ യോ ബ്രഹ്മിഷ്ഠഃ സ ഏതാഗ ഉദജതാം ഇതി ദേഹ ബ്രാഹ്മണ ന ദദൃഷുഃ അധഃ യാജ്ഞവൽക്യഃ സ്വമേവ ബ്രഹ്മചാരിണോ ഉവാച ഏതാ സൗമ്യ ഉദജ സാമശ്രവ ഇതി തഃ ഉദചകാര ദേഹ ബ്രാഹ്മണാഃ ചുക്രുധുഃ കഥം നോ ബ്രഹ്മിഷ്ഠോ ബ്രവീതേതി അധഃ ജനകസ്യ വൈദേഹസ്യ ഹോദാ അശ്വനോ ബഭൂവ സഹേനം വപ്രച്ഛ ത്വം ഖലു നോ യാജ്ഞവൽക്യ ബ്രഹ്മിഷ്ഠോ അസീതി സഹോവാച നമോ വയം ബ്രഹ്മിഷ്ഠായ കുർമോ ഗോകാമാ ഏവ വയം സ്മ ഇതി തംഹ തദേവ പ്രഷ്ടും ദധ്രേ ഹോദാ അശ്വലഃ ഗാഹ ഏവം അവരുദ്ധ്യ ബ്രാഹ്മണാൻ താൻ ഹോവാച. ഗാഹ ഏവം അവരുദ്ധ്യ, പശുക്കളെ അങ്ങനെ തടഞ്ഞു നിർത്തി ഗോഷ്ഠത്തിൽ. ബ്രാഹ്മണാൻ താൻ ഹോവാച, എന്നിട്ട് ജനകൻ ആ ബ്രാഹ്മണരോട് പറഞ്ഞു. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ പറയുന്നു ബ്രാഹ്മണോ വേദാധ്യയന സമ്പന്നാഹ തദർത്ഥനിഷ്ഠായ. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ വേദാധ്യയന സമ്പന്നന്മാരായിട്ടുള്ള ആൾക്കാർ, 4 വേദങ്ങളും അധ്യയനം ചെയ്തവരും തദർത്ഥനിഷ്ഠാഹ, തദർത്ഥത്തിൽ നിഷ്ഠയുള്ളവർ എന്നുവെച്ചാൽ വ്യക്തമായി അതിന്റെ അർത്ഥത്തെ ധരിച്ചവരും. അങ്ങനെയുള്ളവരെ നോക്കി തൻഹോവാച ബ്രാഹ്മണാഹ ഭഗവന്തോ, അവരോട് പറയണ ഹേ ബ്രാഹ്മണാഹ, അല്ലയോ ബ്രാഹ്മണന്മാരെ, ഭഗവന്തഃ ഇത്യാമന്ത്ര്യ, അവരെ അഭിസംബോധന ചെയ്യുകയാണ്. വളരെ കൂടിയിരിക്കുന്നവരെല്ലാം വേദാധ്യയനം ചെയ്തവരും വേദാർത്ഥത്തെ ധരിച്ചവരുമാണ്. അതുകൊണ്ട് രാജാവ് ആദരവോടുകൂടി പറയുന്നു ഇത്യാമന്ത്ര്യ യോ വഹ യുഷ്മാകം ബ്രഹ്മിഷ്ഠഃ, പക്ഷെ നിങ്ങളെല്ലാവരും വേദം അധ്യയനം ചെയ്തവരാണ്, പക്ഷെ നിങ്ങളിൽ ആരാണോ ബ്രഹ്മിഷ്ഠൻ, വേദത്തിൽ നിഷ്ഠയുള്ളവൻ,
കേവലം ഒരു ആത്മജ്ഞാനി എന്നുള്ള അർത്ഥത്തിലല്ല, വേദപൂർവകമായി ജ്ഞാനത്തെ നേടിയവൻ. വേദത്തിന്റെ എല്ലാ ഭാഗങ്ങളും അറിയാവുന്നവൻ. ബ്രഹ്മിഷ്ഠ സർവേ യൂയം ബ്രാഹ്മണോ അതിശയേന യുഷ്മാകം പരമായ പറയുന്നത് നിങ്ങളെല്ലാവരും ബ്രാഹ്മണരാണ്, എന്നുവെച്ചാൽ വേദാധ്യയനം ചെയ്തവരാണ്, അനുചാനന്മാരാണ്. അത് കാരണം ഇവിടെ വന്നിരിക്കുന്നത് പറഞ്ഞല്ലോ, ഒരു പഞ്ചാല ദേശത്തുള്ളവരാണ്, അവിടെയുള്ളവരെല്ലാം വേദാധ്യയനം ചെയ്യുന്നവരാണ്. പിന്നെ ക്ഷണിച്ചു വന്നവരുമാണ്. ക്ഷണിച്ചു വന്ന് ഒരാളെ ക്ഷണിച്ചു വരുത്തിയിട്ട് തനിക്ക് അറിവുണ്ടോ എന്ന് ചോദിക്കുന്നത് ശരിയാണ്. അറിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ക്ഷണിച്ചത്? അപ്പൊ ക്ഷണിച്ചു വരുത്തിയവരെ അപമാനിക്കാൻ പാടില്ല. അതുകൊണ്ട് പറയുന്നു, നിങ്ങളെല്ലാവരും സർവേ യൂയം ബ്രാഹ്മണോ, നിങ്ങളെല്ലാവരും വേദാധ്യയനം ചെയ്തവരും ബ്രഹ്മനിഷ്ഠമുള്ളവരുമാണ്. അതിശയേന യുഷ്മാകം ബ്രഹ്മയസ. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ കേമൻ, യഥാഗാഹ ഉദജതാം ഉത്കാലയതു സ്വഗ്രഹം പ്രതി, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ഏറ്റവും മിടുക്കൻ അവർക്ക് ഈ പശുവിനെ കൊണ്ടുപോകാം. ഒരു സമ്മാനം മുമ്പ് വച്ചിട്ട് 10 പേരെ നിർത്തിയിട്ട് പറയണു, നിങ്ങളിൽ മിടുക്കന് ഈ സമ്മാനം കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ ഇപ്പോൾ ഒരു മത്സരം നടക്കാൻ പോകുന്നു, നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ആ മത്സരത്തിൽ പങ്കെടുക്കാം, ആ മത്സരത്തിൽ പങ്കെടുത്തിട്ട് ജയിക്കുന്ന ആളിന് ഇത് കൊണ്ടുപോകാവുന്നതാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജാവിന്റെ താല്പര്യം അതായിരുന്നു. ഉദ്ദജതാം ഉത്കാലയത് സ്വഗ്രഹം പ്രതി, അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. നിങ്ങളുടെ ആരാണോ ബ്രഹ്മിഷ്ഠൻ അയാൾക്ക് ഈ പശുക്കളായി സ്വർണത്തോടുകൂടി പശുക്കളെ വീട്ടിൽ കൊണ്ടുപോകാമാണ്. തേഹ ബ്രാഹ്മണാഹന ദദൃഷു തേഹ കില ഏവമുക്ത ബ്രാഹ്മണാഹ ബ്രഹ്മിഷ്ഠതാം ആത്മനഃ പ്രതിജ്ഞാത് ന ദദൃഷു ന പ്രഗൽഭാ സമ്പ്രദാഹ. ഇത്രയും ബ്രാഹ്മണരവിടെ കൂടിയിരുന്നു, വേദാധ്യയനം ചെയ്ത് ആർക്കും ധൈര്യം ഉണ്ടായി, എന്താണ് ഞാൻ ബ്രഹ്മിഷ്ഠനാണ് എന്ന് ഉറപ്പിച്ച് പറയാം. ദേഹകില ഏവ മുക്ത, ഇത് കേട്ടുകഴിഞ്ഞാൽ ബ്രാഹ്മണാഹ ബ്രാഹ്മണ ബ്രഹ്മിഷ്ഠതാം ആത്മനഃ പ്രതിജ്ഞാതം, ആ ഒരു ആത്മവിശ്വാസം, ആത്മനഃ പ്രതിജ്ഞാതം, ആത്മവിശ്വാസം. അതാണ് ഞാൻ ബ്രഹ്മിഷ്ഠനാണ്, എനിക്ക് കാര്യത്തിൽ ബോധ്യമുണ്ട്, വേദ താല്പര്യം എനിക്കറിയാം എന്ന് പറയുന്നതിന് ന ദധുഷു ന പ്രഗൽഭാഹ, അവരാരും അതിന് സമർത്ഥരായില്ല, യോഗ്യരായില്ല. അതിനുള്ള ധൈര്യം വന്നില്ല. ആത്മവിശ്വാസം അല്ലെങ്കിൽ ആത്മധൈര്യം എന്ന് പറയുന്ന അവിടെ കൂടിയിരുന്ന ആർക്കും ഉണ്ടായില്ല. എല്ലാവരും ഇങ്ങനെ മിണ്ടാതെ പരസ്പരം മുഖത്തോട് നോക്കി ഇങ്ങനെ ഇരുന്നു, അല്ലെങ്കിൽ കുനിഞ്ഞിരുന്നു. രാജാവ് പറയുന്ന ഈ പശുക്കളെയും സ്വർണവും എല്ലാം കൊണ്ടുപോകുന്നു. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ബ്രഹ്മിഷ്ഠൻ ആരോ അയാൾക്കേ കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ചെറിയ ഭീഷണിയുണ്ട്. അതായത് ആരെങ്കിലും ഈ പശുവിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടെ ചോദ്യം വരും, നിങ്ങൾക്ക് തെളിയിക്കേണ്ടി വരും നിങ്ങളുടെ ബ്രഹ്മിഷ്ഠത ഈ വിദ്വാന്മാരുടെ മുമ്പിൽ. അത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ സൂക്ഷിച്ചു വേണം പശുവിൽ കൈവയ്ക്കാൻ എന്നാണ്. അപ്രഗൽഭഭൂതേഷു ബ്രാഹ്മണേഷു അധഃ യാജ്ഞവൽക്യഃ സ്വമാത്മീയമേവ ബ്രഹ്മചാരണം അന്തേവാസന ഉവാച. എല്ലാവരും ഇങ്ങനെ നിശബ്ദരായി തലയും കുനിച്ചിരുന്നു. അപ്രഗൽഭഭൂതേഷു ബ്രാഹ്മണേഷു, സാമർഥ്യശൂന്യന്മാരായി എഴുന്നേറ്റ് നിന്ന് തന്റെ ഇടമായിട്ട് ഞാനിതാ ബ്രഹ്മിഷ്ഠനാണ്, ഞാൻ ഈ പശുക്കളെ കൊണ്ടുപോവുകയാണെന്ന് പറയാനുള്ള തന്റെ ഇടമില്ലാതിരുന്നപ്പോ അധ യാജ്ഞവൽക്യ, അവിടെ ഒരാളുണ്ടായിരുന്നു, യാജ്ഞവൽക്യൻ എന്നാണ് പേര്. യാജ്ഞവൽക്യൻ ഇതാ ഞാൻ ബ്രഹ്മിഷ്ഠനാണ്, ഞാനിതാ ഈ പശുവിനെ കൊണ്ടുപോകാൻ പോവുകയാണ് എന്നൊന്നും പറയാനൊന്നും പോയില്ല. ഞങ്ങൾക്ക് എന്താ ചെയ്തത്? സ്വം ആത്മീയ ബ്രഹ്മചാരണം അന്തേവാസന ഉവാച സൗമ്യ ഉദജ ഉദ്ഗമയ അസ്മദ്ഗ്രഹാൻ പ്രതിഹേ സമശ്രവ.
അവിടെ ഒരു ശിഷ്യനുണ്ടായിരുന്നു യാജ്ഞവൽക്കൻ. അവന്റെ പേരാണ് സാമശ്രവൻ. അവനിപ്പോ സാമം പഠിച്ചുകൊണ്ടിരിക്കുന്നവനാണ്, അതുകൊണ്ടാണ് സാമശ്രവൻ എന്നാണ്. BA പഠിക്കുന്നവൻ നമ്മൾ BA കാരനെന്നും MA പഠിക്കുന്നവൻ MA കാരനെന്നും ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ സാമം പഠിച്ചുകൊണ്ടിരുന്നുകൊണ്ട് അവന് സാമശ്രവൻ എന്നാ പേര്. ഉടനെ വിളിച്ചു, സാമശ്രവ, എന്താണ് ഈ പശുക്കളെല്ലാം വീട്ടിൽ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ ബ്രഹ്മജ്ഞാനിയാണ്, ശരി ആരെങ്കിലും തയ്യാറുണ്ടോ? രാജാവ് അതാണല്ലോ പറഞ്ഞത്, ബ്രഹ്മജ്ഞാനിക്ക് കൊണ്ടുപോകാമെന്നാണ്. എന്റെ പാണ്ഡിത്യത്തെ അളക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഒരു ചോദ്യവും യാതൊന്നുമില്ല. എല്ലാവരും മൗനം പാലിച്ചിരുന്നപ്പോ രാജാവ് ചോദിച്ചതിന് സമാധാനമൊന്നും പറഞ്ഞില്ല. ശിഷ്യനെ വിളിച്ച് പറഞ്ഞു, ഈ പശുക്കളെല്ലാം വീട്ടിൽ കൊണ്ടുപോകും. അല്ല, എന്തുകൊണ്ടാ പറഞ്ഞത് കേൾക്കാത്ത താമസം ശിഷ്യൻ പശുക്കളെ കൊണ്ട് സ്ഥലവും വിട്ടു. എന്തുകൊണ്ടാണ്? അവിടെ പറയുന്നത്, ശരി ഞാൻ ബ്രഹ്മനിഷ്ഠനാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ചാടി എണീക്കും. പശുവിനെ കൊണ്ടുപോകുന്ന കാര്യം നടക്കത്തില്ല. എന്തായാലും രാജാവിന്റെ ഉദ്ദേശം ഇത് തിരിച്ചെടുക്കാനല്ല, ഇത് കൊടുക്കാൻ തന്നെയാണ്. ബ്രഹ്മനിഷ്ഠന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ യാജ്ഞവൽക്യൻ വിചാരിച്ചു, എന്തായാലും ഇത് കൊടുക്കാനായി നിർത്തി, ആദ്യം ഇതിനെ എടുക്കാം, പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. യാജ്ഞവൽക്യൻ ബുദ്ധിമാനും കൂടെയായിരുന്നു. അതുകൊണ്ട് ആദ്യം ശിഷ്യനെ വിളിച്ച് പറഞ്ഞു, പശുവിനെ കൊണ്ടുപോവുക. ശിഷ്യൻ പശുവിനെ കൊണ്ട് വീട്ടിലും പോയി. ബ്രാഹ്മണേഷു അപ്രഗൽഭഭൂതേഷു ബ്രാഹ്മണേഷു, ബ്രാഹ്മണരെല്ലാം ഇങ്ങനെ തളർന്നിരുന്നപ്പോ അതഹ യാജ്ഞവൽക്യൻ സ്വം ആത്മീയമേവ ബ്രഹ്മചാരണം, തന്റെ ബ്രഹ്മചാരി അന്തേവാസിയെ ഉവാച പറഞ്ഞു, താഗാഹ, ഈ പശുക്കള ഹേ സൗമ്യ, പ്രിയപ്പെട്ടവനെ, ഉദജത് ഗമയ, കൊണ്ടുപോവുക. എവിടെ? അസ്മത് ഗ്രഹാൻ പ്രതി, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഹേ സാമശ്രവ, സാമവിധിം ഹി ശൃണോതി, സാമവിധികൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവനാണ്, വേദാധ്യയനം നടത്തിക്കൊണ്ടിരിക്കുന്നവനാണ്. സാമശ്രവൻ ചേതോ അർത്ഥാത് ചതുർവേദോ യാജ്ഞവൽക്യൻ. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, യാജ്ഞവൽക്യന്റെ കയ്യിൽ എല്ലാ തരത്തിലുള്ള ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ചതുർവേദവിത്തായിരുന്നു. കാരണം ഇവിടെ ഒരുപാട് ശിഷ്യന്മാരുണ്ടായി. ഈ ശിഷ്യന്മാരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്താണ് സാമശ്രവൻ, ഋക്ശ്രവൻ, യജുശ്രവൻ, ഇങ്ങനെ പ്രത്യേകം തിരിച്ചിരിക്കുകയാണ്. ഋഗ്വേദം പഠിക്കുന്നവർ, യജുർവേദം പഠിക്കുന്നവർ, ഇങ്ങനെ സാമം പഠിക്കുന്നവർ, ഇങ്ങനെ അഥർവം പഠിക്കുന്നവർ, ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതിന് സാമശ്രവനെ വിളിച്ചു എന്ന് പറയുന്നതുകൊണ്ട് മനസ്സിലാക്കാം, മറ്റ് എല്ലാ വേദങ്ങളും അറിഞ്ഞവനാണ് യാജ്ഞവൽക്യൻ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വാദിക്കാനും തന്നെ സമർത്ഥിക്കാനും ഒന്നും യാജ്ഞവൽക്യൻ വരുമ്പോട്ടില്ല. ജനകൻ ഈ പശുക്കളെ സങ്കല്പിച്ചത് വേദ പണ്ഡിതനാണ്. അപ്പോൾ അത് താൻ തന്നെയാണ്. അതുകൊണ്ട് താൻ പശുവിനെ എടുക്കും. അതിന് ബോധിക്കേണ്ടി വന്നാൽ മറ്റുള്ളവർക്ക് അത് ബോധിപ്പിക്കുക, അത് രണ്ടാമത്തെ കാര്യമാണ്. ചതുർവേദോ യാജ്ഞവൽക്യൻ ചതുർവേദവിത്താണ്. തഗാഹ ഉദാചകാരോ ഉത്കാരിതവാൻ ആചാര്യഗ്രഹം പ്രതി, ഉടൻ തന്നെ ഗാഹ ഗാഹ. പിന്നെ മറ്റുള്ളവരുടെ അഭിപ്രായമൊന്നും ചോദിക്കാൻ നിന്നില്ല. ദാനം എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന മമ്മ എന്നുള്ള സങ്കല്പമാണ്. സങ്കല്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആർക്കാണോ സങ്കല്പിച്ചത് അയാൾക്കുള്ളതാണ്. പിന്നെ അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. രാജാവെ ഞാനിത് കൊണ്ടുപോട്ടോ എന്നൊന്നും. അവിടെ എന്താണ്? രാജാവ് സങ്കല്പിച്ചത് ബ്രഹ്മിഷ്ഠനാണ്. ഇത് സ്വീകരിക്കുന്നത് ബ്രഹ്മിഷ്ഠനായ യാജ്ഞവൽക്യൻ. യാജ്ഞവൽക്യന് സ്വയം അറിയാമല്ലോ താൻ ബ്രഹ്മിഷ്ഠനാണ്.
അത് മറ്റുള്ളവർ പറയേണ്ട കാര്യമുണ്ട്. താൻ ബ്രഹ്മിഷ്ഠനാണെന്ന് സ്വയം ബോധ്യമുള്ളതുകൊണ്ട് രാജാവ് ബ്രഹ്മിഷ്ഠന് വേണ്ടി സങ്കല്പിച്ച ആ ദാനത്തെ യാജ്ഞവൽക്യനെടുത്തു. അവിടെ പിന്നെ വേറെ ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല. മറ്റുള്ളവരെന്തുകൊണ്ടെടുത്തില്ല? അവർക്കാർക്കും ആത്മവിശ്വാസമില്ല. എന്നാൽ ഞാൻ ബ്രഹ്മിഷ്ഠനാണ് എന്ന് പറയാതെ തന്നെ അതെന്തുകൊണ്ട് യാജ്ഞവൽക്യൻ സ്വീകരിച്ചു? യാജ്ഞവൽക്യനെന്ന് പറയേണ്ട കാര്യമില്ല. ആത്മവിശ്വാസം കൊണ്ട് താൻ ബ്രഹ്മിഷ്ഠനാണ്. മറ്റുള്ളവർക്ക് എന്തിനു പറയണം? അതുകൊണ്ട് ഉത്കാലിതവാൻ ആചാര്യഗ്രഹം പ്രതി ബ്രഹ്മചാരി ഉടനെ പശുവിനെയും കൊണ്ട് വീട്ടിൽ പോയി. യാജ്ഞവൽക്യേന ബ്രഹ്മിഷ്ഠപണ സ്വീകരണേന ആത്മനോ ബ്രഹ്മിഷ്ഠത പ്രതിജ്ഞാത. ഇവിടെ യാജ്ഞവൽക്യൻ പറയാതെ തന്നെ പറഞ്ഞു എന്നാണ്. താൻ ബ്രഹ്മിഷ്ഠനാണെന്ന് യാജ്ഞവൽക്യന് പറയേണ്ടി വന്നില്ല. തനിക്ക് ബോധ്യമുണ്ടല്ലോ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ പരീക്ഷിച്ചോട്ടെ. ബ്രഹ്മിഷ്ഠന് വേണ്ടി എന്താണോ സങ്കല്പിച്ചത് അത് താൻ സ്വീകരിക്കുന്നു. അതാണ് യാജ്ഞവൽക്യന്റെ നിലപാട്. എന്തുകൊണ്ട്? താൻ ബ്രഹ്മിഷ്ഠനാണ്. അതിന് തനിക്കാണ് അവകാശം. യാജ്ഞവൽക്യേന ബ്രഹ്മിഷ്ഠപണ സ്വീകരണേന. യാജ്ഞവൽക്യൻ ബ്രഹ്മിഷ്ഠധനം, ബ്രഹ്മിഷ്ഠന്റെ ധനത്തെ സ്വയം സ്വീകരിച്ചു. ആത്മനോ ബ്രഹ്മിഷ്ഠത പ്രജ്ഞ. അതുകൊണ്ട് എന്താണ്? പ്രത്യക്ഷമായി ദാനത്തെ സ്വീകരിച്ചു. പരോക്ഷമായി താൻ ബ്രഹ്മിഷ്ഠനാണെന്നുള്ളത് ആ സദസ്സിൽ വ്യക്തമാക്കി. പറയാനൊന്നും പോയില്ല. ശുഭസ്യ ശീഘ്രം. ആദ്യം ദാനത്തെ സ്വീകരിക്കുക. മറ്റുള്ളവരെല്ലാം സംശയിച്ചിരിക്കുകയായിരുന്നു. എന്താ നമ്മൾ ബ്രഹ്മിഷ്ഠരാകുമോ? എന്താണ് ഈ രാജാവ് ഉദ്ദേശിക്കുന്നത്? എന്ത് ചോദ്യമായിരിക്കും ചോദിക്കുന്നത്? എങ്ങനെ മറുപടി പറയും? മറുപടി പറയാതെ വേദാധ്യയനം ചെയ്തു വന്നുകൊണ്ട് മാത്രം ഈ പശുക്കളെ കിട്ടത്തില്ല. ഇങ്ങനെ പല ആശയക്കുഴപ്പത്തിലായിരുന്നു. യാജ്ഞവൽക്യന് നല്ല നിശ്ചയം ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രഹ്മിഷ്ഠപണ സ്വീകരണം, ബ്രഹ്മിഷ്ഠന് വേണ്ടിയിട്ടുള്ള ധനത്തെ അങ്ങ് സ്വീകരിച്ചു. തേഹ ചുക്രുധു ക്രുദ്ധബന്ധു ബ്രാഹ്മണാഹ. മറ്റുള്ള ബ്രാഹ്മണരെല്ലാം അണ്ടികളഞ്ഞ അണ്ണാനെ പോലെയായി. ഇവരെല്ലാം വിചാരിച്ചത് ഇപ്പോൾ ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് എന്ന് പറയും ഞാൻ ബ്രഹ്മിഷ്ഠനാണ്. ഉടനെ അവിടെ സംവാദം നടക്കും. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് അയാൾ ബ്രഹ്മിഷ്ഠനല്ലാതെ ആക്കും. ഉടനെ വേറൊരാൾ എഴുന്നേൽക്കും. ഈ ചർച്ച ഇങ്ങനെ നീണ്ടുപോകും. അവസാനം രാജാവ് ഇവരിലാരും ബ്രഹ്മിഷ്ഠനല്ല, എന്തായാലും ഇത് ദാനം ചെയ്യാൻ കൊണ്ടുവന്നതിൽ എല്ലാവർക്കും കൂടെ കൊടുത്തേക്കാം, എല്ലാവർക്കും ഓരോ പശു കിട്ടും. ഇങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഇവരിവിടെ ഇരുന്നത്. പക്ഷെ സംഗതി മാറിപ്പോയി. യാജ്ഞവൽക്യൻ പശുവിനെയും കൊണ്ട് വീട്ടിൽ പോയി. യാജ്ഞവൽക്യന്റെ ശിഷ്യൻ ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ നിരാശോപി. തേഹ ചുക്രുധു ക്രുദ്ധബന്ധു ബ്രാഹ്മണ. അവർക്കെല്ലാം ദേഷ്യം വന്നു. ഇതൊരു ഭയങ്കര പറ്റിപ്പായി പോയിരുന്നു. ഇങ്ങനെ ഒരു ശാസ്ത്രാർത്ഥ വാദം നടത്തി പശുവിനെ കൊടുക്കാൻ വെച്ചിരുന്ന പശുവിനെ ഒന്നും മിണ്ടാതെ ശിഷ്യന്റെ അടുത്ത് പറഞ്ഞു ഒരാളെടുത്തുകൊണ്ട് പോയി രാജാവ് ഒന്നും മിണ്ടാൻ പോയി. താൻ സങ്കല്പിച്ചു പോയാലേ കൊണ്ടുപോയെന്ന് പറയാൻ പറ്റുമോ? ബ്രഹ്മിഷ്ഠന് സങ്കല്പിച്ച ബ്രഹ്മിഷ്ഠൻ കൊണ്ടുപോയി. തേഷാം ക്രോധാഭിപ്രായം അജഷ്ഠേ കഥം നോ അസ്മാകം ഏകൈക പ്രധാനാനാം ബ്രഹ്മിഷ്ഠോ അസ്മീതി ബ്രുവീതേതി. അപ്പോൾ അവര് തമ്മിൽ പറയണം ഇതെന്ത് തട്ടിപ്പാണ് ഈ നടത്തിയത്. ആ സദസ്സ് ഇളകി മറിഞ്ഞു, ക്ഷോഭിച്ച്. കഥം നോ അസ്മാകം ഏകൈക പ്രധാനാന ബ്രഹ്മിഷ്ഠോസ്മീതി ബ്രുവീത്. ഞങ്ങളിവിടെ ഇത്രയും പേരിരിക്കുക, ഇത്രയും വേദപണ്ഡിതന്മാരിവിടെ ഇരിക്കുക,
ഇയാൾ പശുവിനെ കൊണ്ടുപോയതിന്റെ താല്പര്യം എന്താ? ഇയാൾ സ്വയം ബ്രഹ്മിഷ്ഠനാണെന്നങ്ങ് തീരുമാനിച്ചിട്ടല്ലേ? അത് ഞങ്ങളിവിടെ ചേർന്നല്ലേ തീരുമാനിക്കേണ്ടത്? പരീക്ഷ വേണ്ടേ അതിന്? അതാണ് അവർക്ക് ദേഷ്യം വന്നു. രാജാവ് ഉദ്ദേശിച്ചത് ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളെ പരീക്ഷിച്ച് തീരുമാനിക്കാവുന്നതാണ്. അതാണ് അസ്മാകം ഏകൈക പ്രധാനമാണ്. ഞങ്ങൾ ഓരോരുത്തരും വേദവിദ്വാൻമാരാണ്, പണ്ഡിതന്മാരാണ്, വേദ താല്പര്യ അറിയുന്നവരാണ്. ഇത്രയും പേര് ഇവിടെ ഇരിക്കെ ഒരുത്തൻ ഒന്നും മിണ്ടാതെ ബ്രഹ്മിഷ്ഠോസ്മീതി ബ്രവി, താൻ ബ്രഹ്മിഷ്ഠനാണെന്നുള്ള ഭാവത്തിൽ പറഞ്ഞില്ല. ഫലത്തിൽ അതാണല്ലോ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? പശുവിനെ അയാൾ കൊണ്ടുപോയി എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് അയാൾ ബ്രഹ്മിഷ്ഠനാണെന്നാണ്. എന്നാൽ അത് തെളിയിക്കുന്നതിന് ഇവിടെ യാതൊന്നും നടന്നിട്ടുമില്ല. ഇത് മറ്റുള്ളവരെല്ലാം വിഡ്ഢികളാക്കിയ ഒരു പരിപാടിയാണ്. അതഹേവം ക്വദ്ധ്യേഷു ബ്രാഹ്മണേഷു ജനകസ്യ യജമാനസ്യ ഹോദ വൃത്തി അശ്വരോ നാമ ബുഭു ആസി. അങ്ങനെ ക്രുദ്ധേഷു ബ്രാഹ്മണേഷു, അവിടെയുള്ള എല്ലാ ബ്രാഹ്മണരും ക്ഷോഭിച്ച് ആർക്കും ഒന്നും കിട്ടാതെ എല്ലാം ഒരാൾ കൊണ്ടുപോയില്ല. ജനകസ്യ യജമാനസ്യ, ജനകന്റെ യജമാനാണ്, ധാരാളം യാഗങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അത് ഒരു ഹോതാവ്, വൃത്തിക്കുകളിലൊരാള്. പേരെന്താണ്? വൃത്തി അശ്വലൻ. അശ്വലൻ എന്ന് പറയുന്ന ഒരു വൃത്തിക്കുണ്ടായിരുന്ന അയാൾക്ക് കോപം അടക്കാൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാം അന്തം വിട്ടിരിക്കുകയാണ്. എന്താ സംഭവിച്ചതെന്ന് പോലും അവർക്ക് പിടികിട്ടിയില്ല. ചോദ്യം ചോദിച്ചു ഉടൻ തന്നെ ഒരാൾ പശുവിനെയും കൊണ്ടുപോയി. അശ്വലൻ എന്ന് പറയുന്ന വൃത്തിക്ക് ക്രോധിച്ച് അവിടെ നിന്ന് ചാടി അണിയിട്ട് സ്വയനം യാജ്ഞവൽക്യം ബ്രഹ്മിഷ്ഠ അഭിമാനി രാജാശ്രയത്വാച്ച ദൃഷ്ട യാജ്ഞവൽക്യം പപ്രശ്ച പൃഷ്ഠമാണ്. സബ്രഹ്മിഷ്ഠാഭിമാനി, അയാൾക്കും എന്താണ്? താൻ ഈ രാജാവിന്റെ വൃത്തിക്കാണ്. വേദം അധ്യയനം ചെയ്യാതെ വൃത്തിക്കാകാൻ കഴിയും? ഇത്രയും കാലം ഇവിടെ നിന്ന് രാജാവിന്റെ വൃത്തിക്കായിരുന്നു ഈ യാഗങ്ങളെല്ലാം ചെയ്യിപ്പിച്ച താൻ ബ്രഹ്മിഷ്ഠാഭിമാനി, വേദത്തെക്കുറിച്ച് ശരിയായി ധരിച്ചിരിക്കുന്ന താൻ എന്ന്. അത് മാത്രമല്ല, അവിടുത്തെ ആളാണ്. ഇതൊക്കെ യാജ്ഞവൽക്കനും മറ്റും പുറത്തുനിന്ന് വന്നവരാണ്. പുറത്തുനിന്ന് വന്നവര് ഇനി എത്ര വലിയ ആളായാലും അത് രണ്ടാം തരക്കാരെ ആകത്തുള്ളൂ. അകത്തുള്ളവർക്കാണ് എപ്പോഴും ഒന്നാം സ്ഥാനം. അപ്പോൾ രാജസദസ്സിലെ വിദ്വാനാണ് ആര്? അശ്വരൻ. അവിടുത്തെ നടത്തിപ്പുകാരനാണ്, കാര്യകർത്താവാണ്. അപ്പൊ അയാൾക്കാണ് അവിടെ ഒന്നാം സ്ഥാനമുള്ളത്. തന്നെ പോലെ അവഗണിച്ചിട്ട് പുറത്തുനിന്ന് വന്നവൻ സാധനം അടിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് രാജാശ്രയിത്വച്ച, അയാൾ രാജാവിനെ ആശ്രയിച്ച് കഴിയുന്നു. അയാളുടെ കയ്യിൽ രാജാവുണ്ട്, അതിന്റെ ഒരു ബലവുമുണ്ട്. അയാൾ അകത്തുള്ള ആളല്ല. പുറത്തുള്ളവൻ വന്ന് അകത്തുള്ളവനെ പറ്റിച്ചിട്ട് പോയാൽ അതെങ്ങനെ ശരിയാകും? ദൃഷ്ട. അപ്പൊ അതിന്റെ ധാർഷ്ട്യം അയാൾക്കുണ്ട്. ഞാൻ ജനകന്റെ അടുത്ത ആളാണ്, ജനകന്റെ വിദ്വത്സഭയിലെ പണ്ഡിതനാണ്, വൃത്തിക്കാണ്. ഇങ്ങനെ എന്നെപ്പോലെ അതുപോലുള്ള വേറെ ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്, ഒരാളല്ല. ഞങ്ങളൊക്കെ ഇരിക്കെ പുറത്തുനിന്ന് ഒരുത്തം വന്ന് ഗോളടിച്ചാൽ അതെങ്ങനെ ശരിയാകും? യാജ്ഞവൽക്യം പൃഷ്ഠമാണ്. അതുകൊണ്ട് ദേഷ്യം സഹിക്കാമായ ചാടി എഴുന്നേറ്റ് യാജ്ഞവൽക്കിനോട് ഒരു ചോദ്യം. കഥം തൊന്നു ഖലനോ യാജ്ഞവൽക്യ ബ്രഹ്മിഷ്ഠോ അസീരി. ബ്രഹ്മിഷ്ഠോ അസീരി നീട്ടിയൊരു ചോദ്യം എന്നാണ്. താനൊരു വലിയ ബ്രഹ്മിഷ്ഠൻ, ഇതെവിടുന്ന കാര്യം വന്നത് എന്നുള്ള അർത്ഥത്തിൽ. അതാണ് പുളിതിർ ഭർസനാർത്ഥ. ഇയാളൊരു ബ്രഹ്മജ്ഞാനി അങ്ങനെ പറയാറില്ലേ? ഭർസനം നിന്ദയ്ക്ക് വേണ്ടി പറയുന്നതാണ്. ഒരു വിരുത്തിയുള്ള ഒരു പറച്ചിൽ. എന്റെ ഒരു ബ്രഹ്മജ്ഞാനം. കഥം തൊന്നു കലുന്നു യാജ്ഞവൽക്യ, താൻ എവിടുന്നായി ബ്രഹ്മിഷ്ഠനായ? ബ്രഹ്മിഷ്ഠോ അസി. പുളിത്തിർ
നീട്ടിയൊരു സംഭാഷണം, ഭർസനാർത്ഥ, നിന്ദിക്കുന്നതിന്. അത് നിന്ദയ്ക്കുള്ള പ്രധാന കാരണം ഇതാണ്. താനകത്തുള്ള ആള്, ഇവൻ പുറത്തുള്ള ഒരുത്തൻ ഇവിടെ ഒരു സമ്മാനം വെച്ച് പുറത്തുള്ളത് കൊണ്ടുപോയി. താനും ബ്രഹ്മിഷ്ഠനാണ്. ഇനി അവൻ ബ്രഹ്മിഷ്ഠനാണെങ്കിൽ തന്നെയും അതൊന്ന് ചോദിക്കും പറയുക വേണ്ടേ? 10 പേര് കൂടിയിരിക്കുന്നിടത്തുനിന്ന് ഒന്നും മിണ്ടാതെ ഇരുന്നിട്ട് പശുവിനെ വീട്ടിൽ കൊണ്ടുപോയാൽ എങ്ങനെ സാധിക്കും? അപ്പൊ താൻ ഇത്രയും കാലം ഇവിടെ ഇരുന്ന് ഈ ഇർത്തിക്കായി പണിയെടുത്തതിന് താനവിടെ ഒന്നുമല്ലാതായില്ലേ? സഹോവാച യാജ്ഞവൽക്യു. യാജ്ഞവൽക്യനും മനസ്സിലായി ഇവനാകെ ആള് ക്ഷോഭിച്ചിരിക്കുകയാണ്, സംഗതി വശക്കേടായിരിക്കുകയാണ്. ഇനിയിപ്പം പശുവിനെ കൊണ്ടുപോയി അവസാനം തല്ലും വാങ്ങിക്കൊണ്ടുപോയാലോ? അതുകൊണ്ട് ഇവരെല്ലാം ഒന്ന് അനുനയിപ്പിക്കണം. യാജ്ഞവൽക്കന് ആത്മവിശ്വാസമുണ്ട്, താൻ ബ്രഹ്മിഷ്ഠനാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന വിവരദോഷിയൊക്കെ അതുണ്ടോ? അതില്ലല്ലോ. അതുകൊണ്ട് ഇത്രയും ക്രോധിച്ചിട്ട് ഇങ്ങനെ വരുന്നവനെ എങ്ങനെയാവുന്ന അനുനയിപ്പിക്കേണ്ടത്? അതുകൊണ്ട് പറഞ്ഞു നമസ്കർമ്മോ വയം ബ്രഹ്മിഷ്ഠായ. എല്ലാവർക്കും ഒരു സർട്ടിഫിക്കറ്റും കൊടുത്തു. എന്താണ്? എല്ലാ ബ്രഹ്മിഷ്ഠന്മാർക്കും നമസ്കാരം. സമാധാനമായല്ലോ. നമസ്കർമ്മോ വയം ബ്രഹ്മിഷ്ഠായ. ഞാൻ എല്ലാ ബ്രഹ്മിഷ്ഠന്മാരെയും നമസ്കരിക്കുന്നു. നിങ്ങളെല്ലാവരും ദിവ്യന്മാര് തന്നെ, എനിക്ക് യാതൊരു സംശയമില്ല, എല്ലാവരെയും ഞാൻ നമസ്കരിക്കുന്നു. സഹോവാച യാജ്ഞവൽക്യ. അതാണ് ഞാൻ പറഞ്ഞത്, യാജ്ഞവൽക്യൻ ബുദ്ധിമാനായിരുന്നു. ഇവിടെ വന്ന് സമ്മാനം വാങ്ങിക്കൊണ്ട് പോകണം, തല്ലുകൊള്ളാതെയും പോകണം, രണ്ടും വേണം. അതുകൊണ്ട് പറഞ്ഞു ബ്രഹ്മിഷ്ഠായ, എല്ലാവരെയും ബ്രഹ്മിഷ്ഠന്മാരാണെന്നൊരു അംഗീകാരം കൊടുത്തു. എല്ലാവരെയും ഞാൻ നമസ്കരിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതാനീ ഗോകാമാഹ സ്മഹ വയം ഇതി. തൽക്കാലം ഞാൻ ഗോകാമനാണ് പറയും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണോ? തൽക്കാലം ഞാൻ ഗോകാമനാണ്. എന്തായാലും ഈ രാജാവ് ഈ പശുക്കളെ ഇവിടെ സ്വർണമൊക്കെ അണിയിച്ച് നിർത്തിയതിന് ഒരു സതുദ്ദേശമുണ്ട്. എന്താണ്? ഇത് വിവരമുള്ള ഒരുത്തന് വേണം ഇത് കൊടുക്കാൻ. അപ്പോ ഇത് വിവരം കിട്ടവന്മാരിത് കൊണ്ടുപോകരുത്, വിവരദോഷികളാരും ഇത് കൈയടക്കരുത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? രാജാവിന് സതുദ്ദേശത്തോട് ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു പ്രയോജനം വരണ്ടേ? അതുകൊണ്ട് അതിന് ഞാൻ തന്നെ ഇങ്ങെടുത്തു. അതുകൊണ്ട് വേറെ ആർക്കും ഇത് പോയില്ല. അതിന്റെ എന്താ ഗുണം? അതുകൊണ്ടാണ് പറയുന്നത് ഇതാനും ഗോകാമാഹസ്മ. ഞാൻ തൽക്കാലം ഗോകാമനാണ്. തൽക്കാലം ഞാൻ പശുവിനെ സ്വീകരിക്കുന്നു. എന്നാലേ ആ ദാനത്തിന് പ്രയോജനം ഉണ്ടാവും. രാജാവ് എന്തുദ്ദേശിച്ചാ ദാനം ചെയ്യുന്നത്? ഇത് ആ ദാനം അർഹമായ ഒരു പാത്രത്തിൽ തന്നെ ചെന്ന് ചേരണമെന്നുള്ളതാണ്. രാജാവ് സതുദ്ദേശത്തിലാണ് ചെയ്യുന്നത്. ആ അർഹമായ പാത്രത്തിന് കിട്ടേണ്ട ദാനം അനർഹർക്ക് പോയി കഴിഞ്ഞാൽ രാജാവ് പോയില്ലേ? രാജാവിന്റെ സങ്കല്പം വ്യർത്ഥമായില്ലേ? ആ രാജാവിന്റെ സങ്കല്പത്തെ സാധൂകരിക്കുക എന്നുള്ളതാണ് ആദ്യം. അല്ലാതെ ഇനിയിപ്പോ ഈ ബ്രഹ്മിഷ്ഠനാണെന്ന് പറഞ്ഞൊരു ചർച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇവർ ഈ ചർച്ച ചെയ്ത് അലങ്കോലപ്പെടുത്തുന്ന നാശമാകും. ബ്രഹ്മിഷ്ഠനാണെങ്കിലും അത് തെളിയിക്കാൻ ഇവർ സമ്മതിക്കത്തില്ല. കാരണം എല്ലാവരും വേദം പഠിച്ചിരിക്കുകയല്ലേ, എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ മൂലവിദ്യ. ഇതെടുത്ത് പ്രയോഗിക്കും, സഭ അലങ്കോലപ്പെടും, അവസാനം രാജാവിന്റെ സങ്കല്പം നടക്കാതെ. അതുകൊണ്ട് യാജ്ഞവൽക്യന് ഉത്തമമായ ബോധ്യമുണ്ട് തന്റെ കുറിച്ച്, തന്റെ അറിവിനെക്കുറിച്ച്. അതുകൊണ്ട് യാജ്ഞവൽക്യന് മനസ്സിലാക്കി ഇത് ഇവിടെ രാജാവ് സങ്കല്പിച്ചിരിക്കുന്നത് തനിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തൽക്കാലം അതിനെ സ്വീകരിക്കാം. ഇനി ചർച്ച വരട്ടെ. ഇനി ചർച്ച വന്നു കഴിഞ്ഞാൽ എല്ലാവരും മര്യാദയ്ക്ക് ചർച്ച ചെയ്യും. കാരണം ഇത് മുമ്പ് എടുത്തുകൊണ്ട് ചർച്ച ചെയ്താൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടായിരിക്കും. ഗോകാമന്മാരായിട്ടായിരിക്കും എല്ലാവരും ചർച്ച ചെയ്യും.
അങ്ങനെ ചർച്ച ചെയ്ത ഒരു സ്ഥലത്ത് എത്തിച്ചേരത്തില്ല. കാരണം ഇവരുടെ മനസ്സിൽ ഇതായിരിക്കും, ഈ പശുവായിരിക്കും ലക്ഷ്യം. അതുകൊണ്ട് ഇനി യാജ്ഞവൽക്യൻ ശരിയായ കാര്യം പറഞ്ഞാലും ഇവർ സമ്മതിക്കത്തില്ല, അടിച്ചു പിരിയേണ്ടി വരും. അതുകൊണ്ട് യാജ്ഞവൽക്യൻ പറഞ്ഞു, ഞാൻ ഗോകാമനാണ്, അതുകൊണ്ട് ആദ്യം ഞാനത് എടുത്തു. ഇത് എനിക്കുള്ളതാണ്, ഞാനെടുത്തു. എനിക്കുള്ളത് ഞാനെടുത്തു, അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇനി ചർച്ച ചെയ്യണോ നമുക്കാകാം. അപ്പോൾ എല്ലാവരും ഒന്ന് സമാധാനിക്കും. എന്തായാലും ശരി, പശുവ് പോയി, ഇതിനെക്കുറിച്ച് വിവരമെങ്കിലും ഉണ്ടാകാം, എന്താ ഇയാൾ പറയുന്നതെന്നൊന്ന് കേൾക്കാം. ഇയാൾ ബുദ്ധിമാനാണ്, അടിച്ചുകൊണ്ട് പോയി. ഇതാണ് ഗോകാമോസ്മവയമിതി തം ബ്രഹ്മിഷ്ഠപ്രതിജ്ഞം സന്തം. സ്വയം ബ്രഹ്മിഷ്ഠനാണെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട്, എന്ന് വെച്ചാൽ ആ ബോധത്തോടുകൂടി, അവനവൻ എന്താ ബോധമുള്ളതെന്നുള്ളത് അവനവനല്ലേ തിരിച്ചറിയാൻ പറ്റും, മറ്റുള്ളവർക്കറിയാൻ പറ്റും. കൂടിയിരിക്കുന്നതൊക്കെ വിദ്വാൻമാരാണ് ശരി, വേദാധ്യയനം ചെയ്തവരാണ് ശരി, പക്ഷെ അവരുടെ അറിവ് അവർക്കേ അറിയാവൂ. യാജ്ഞവൽക്യനറിയാം, സ്വയം ബോധ്യമുണ്ട് താൻ എന്താ ധരിച്ചിരിക്കുന്നത്, തന്റെ അറിവ് എന്താണ്. അത് ഈ വിവരദോഷികളുടെ മുമ്പിൽ ഇട്ട് തമ്മിലടിച്ച് കളയാനുള്ള സാധനമല്ല. അതുകൊണ്ട് സ്വയം ആത്മവിശ്വാസത്തോടുകൂടി തദൈവ ബ്രഹ്മിഷ്ഠപ്പണ സ്വീകരണ, അതുകൊണ്ട് തന്നെ ആ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ബ്രഹ്മിഷ്ഠനായി രാജാവ് സങ്കല്പിച്ച ധനത്തെ സ്വീകരിച്ചു. അത്രയും, അതിൽ വേറെ രാഗദ്വേഷങ്ങളൊന്നുമില്ല, സങ്കല്പിച്ചതിനെ സ്വീകരിച്ചു. വീട്ടിൽ ഗാർഗിയും മൈത്രിയൊക്കെ അല്ലേ ചെലവിന് കൊടുക്കണ്ടേ, പണം ആവശ്യമുണ്ടല്ലോ, ചെലവെല്ലാം നടത്തണ്ടേ, അതുകൊണ്ട് അത് സ്വീകരിച്ചു. പ്രഷ്ടം ദധ്രേ ധൃതവാൻ മനഃ ഹോത അശ്വനഃ. അപ്പോ അശ്വനൊന്ന് ശാന്തനായി. ഇനിയിപ്പോ എന്തായാലും ശരി, പശുവിനുള്ള പ്രതീക്ഷ വിടാം, ഇനി എന്താ ചർച്ചയിലേക്ക് പ്രവേശിക്കാം. അപ്പൊ ശാന്തമായൊരു ചർച്ച ചെയ്യുന്നുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പശുക്കളെ അവിടെ നിന്ന് മാറ്റിയത്. അതുകൊണ്ട് അശ്വലനും ബോധ്യമായി. എന്താണ് നമസ്കർമ്മോ വയം ബ്രഹ്മിഷ്ഠായ എന്നുള്ള ഒറ്റ വാക്യത്തിൽ നിന്ന് തന്നെ അശ്വലിന് മനസ്സിലായി ഇത് കാഞ്ഞ പുള്ളിയാണ്. നമ്മളെ ഏറ്റുമുട്ടിയാലൊന്നും നടക്കത്തില്ല. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല ആള് എല്ലാവരെയും ബ്രഹ്മിഷ്ഠരായി അംഗീകരിച്ച് നമസ്കരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി ആക്രമിക്കാൻ ഒരു പഴുതുമില്ല. അതുകൊണ്ട് പ്രഷ്ടും ദധ്രേ ധൃതവാൻ മനഃ, ക്രോധമൊക്കെ മാറ്റി മനസ്സിനെ അടക്കി ശാന്തനായി. എല്ലാവർക്കും അറിയാമല്ലോ അവരവരുടെ നില എന്താണ്. അശ്വലനും അറിയാൻ തന്റെ വിവരം എന്താണെന്ന്, വിവരക്കേട് എന്താണ്. അതുകൊണ്ട് വളരെ ശാന്തമായി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി എന്നാണ്. ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇനി വരുന്ന ഭാഗങ്ങളിൽ ചോദിക്കുന്നതെല്ലാം ഇത് ഉപാസന ഭാഗമാണ്. മുമ്പ് ഇവിടെ ചർച്ച ചെയ്ത പങ്ക്ത കർമ്മം, അവിടുത്തെ പ്രാണോപാസന, അവിടെ പറഞ്ഞു അഗ്നിയാണ് വാക്ക് എന്നെല്ലാം പറഞ്ഞു, ഉപാസനയെക്കുറിച്ച് പറഞ്ഞു. ആ ഉപാസനയെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളാണ് ചോദിക്കുന്നത്. കാരണം വൈദികന്മാരാണ്, അവർ വേദം പഠിച്ചവരാണ്, അവർക്ക് കർമ്മോപാസന എല്ലാം വേർതിരിച്ചറിയാം. അതിന് ഉപാസനകളെ സംബന്ധിച്ച് എന്തൊക്കെയാണോ വ്യക്തമാകേണ്ടത് ആ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ബ്രഹ്മിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ആത്മനിഷ്ഠൻ എന്നും ഉള്ള അർത്ഥം മാത്രമല്ല, വേദത്തിൽ നിഷ്ഠയുള്ളവരെന്നാണ്, വേദത്തിലെ ഭാഗങ്ങളെല്ലാം അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇവിടെ സ്വയം വൃത്തി കാണും, രാജാവിന്റെ പ്രധാന ആളാണ്. എല്ലാം ആണെങ്കിലും യാജ്ഞവൽക്യന്റെ ആത്മവിശ്വാസവും മറ്റും കണ്ടിട്ട് സ്വയം ശാന്തനായി അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിനെക്കുറിച്ചുള്ള മറുപടി പറയുന്നു. അതാണ് അടുത്ത ഭാഗം. ശരി.
ശാന്തി